ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 9. വേദാൻ പുരാണനിവഹാനഭി സർവവിദ്യാകുർവൻ നിജാനന ഗണാചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവിദ്യം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. സാരാംശം. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ചെയ്തുപോയ അപരാധം മക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ലജ്ജിതനായ ബ്രഹ്മദേവൻ തമോ ഗുണമാകുന്ന അജ്ഞാനത്തെ നീക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് കഴിഞ്ഞ ശ്ലോകത്തെ ഉപസംഹരിച്ചത്. ബ്രഹ്മദേവൻ ഭഗവാനെ കുറച്ചുനേരം ധ്യാനിച്ചു. ഭഗവത് പ്രേരണയിൽ ബ്രഹ്മദേവൻ തൻ്റെ 4 മുഖങ്ങളിൽ നിന്ന് വേദങ്ങൾ, ശാസ്ത്രമീമാംസ മുതലായവ സൃഷ്ടിച്ചു. ബ്രഹ്മദേവൻ്റെ 4 മുഖവും 4 ദിക്കുകളിലേക്കാണല്ലോ തിരിഞ്ഞിരിക്കുന്നത്. മുൻപിലെ മുഖത്തു നിന്നും ഋഗ്വേദവും, തൊട്ടു വലതുഭാഗത്തെ മുഖത്തു നിന്നും യജുർവേദവും, അടുത്ത മുഖത്തു നിന്ന് സാമവേദവും, ഒടുവിലത്തെ മുഖത്തു നിന്നും അഥർവവേദവും സൃഷ്ടിച്ചു. പിന്നീട് പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയും സൃഷ്ടിച്ചു. ആയുർവേദം മുതലായ 4 ഉപവേദങ്ങളും സൃഷ്ടിച്ചു. ശിക്ഷാദികളായ 6 വേദാംഗങ്ങളെയും ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, മീമാംസ മുതലായ 4 ഉപാംഗങ്ങളെയും നിർമ്മിച്ചു. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്: ബ്രഹ്മാന്വേഷണമെന്ന ഉത്തരമീമാംസയും ധർമാന്വേഷണമെന്ന പൂർവമീമാംസയും. ഈ സൃഷ്ടിച്ചതൊക്കെ മരീചി മുതലായ പുത്രന്മാരെ പഠിപ്പിച്ചു. ഈ വേദേതിഹാസങ്ങൾ പ്രചരിപ്പിക്കാനും അവരെ ചുമതലയേൽപ്പിച്ചു. അനന്തരം പ്രജാസൃഷ്ടി വർദ്ധിക്കുന്നില്ല എന്നറിഞ്ഞ് കുണ്ഠിതത്തോടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.